പാവർട്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും വ്യാപിക്കുന്നതായി പരാതി. പാവർട്ടി സെന്ററിലെ AK ബിൽഡിംഗിലുള്ള 10ഓളം വ്യാപാര സ്ഥാപനങ്ങൾ സെപ്റ്റിക് ടാങ്ക് മാലിന്യം മൂലം ദുരിതത്തിലായി. സെപ്റ്റിക് ടാങ്കിന്റെയും സമീപത്തെ മതിലിന്റെയും പലതവണ അറ്റകുറ്റപ്പണികൾ പഞ്ചായത്ത് നടത്തിയെങ്കിലും ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒലിച്ചിറങ്ങി വ്യാപാര സ്ഥാപനങ്ങളിലേക്കും സമീപത്തെ കിണറുകളിലേക്കും എത്തുകയാണ്. വ്യാപാരികൾ പലതവണ പഞ്ചായത്ത് അധികൃതരോടും ആരോഗ്യവകുപ്പിനോടും പരാതിപ്പെട്ടുവെങ്കിലും ഇതുവരെയും ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം പൊട്ടിയത് കൂടുതൽ ദുരിതമായിരിക്കുകയാണ്. ടാങ്കിൽ ഗ്യാസ് നിറഞ്ഞ സ്ലാബുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അശാസ്ത്രീയമായുള്ള സെപ്റ്റിക് ടാങ്ക് നിർമ്മാണമാണ് പാവർട്ടി സെന്ററിലെ ഇപ്പോഴത്തെ മാലിന്യ പ്രശ്നത്തിന് കാരണം. സെപ്റ്റിക് ടാങ്ക് തകർന്നതോടെ താൽക്കാലികമായി കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ ഇന്ന് അടിയന്തര ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് നിർമ്മൽ പുരസ്കാർ അവാർഡായി ലഭിച്ച തുക ഉപയോഗിച്ച് കംഫർട്ട് സ്റ്റേഷൻ നവീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. TCV ന്യൂസ്, പാവർട്ടി.